നമസ്കാരം സദ്ഗുരു. പ്രാണോർജ്ജവും കുണ്ടലിനിയും തമ്മിലുള്ള ബന്ധമെന്താണ്? പ്രാണോർജ്ജത്തെ ഉൽപ്പാദിപ്പിക്കുകയും അതിന്റെ ശരിയായ ഒഴുക്ക് നിലനിർത്തുകയും ചെയ്യുന്നതെങ്ങനെ? കുണ്ഠമെന്നാൽ ശരിക്കും കുഴിയെന്നാണ് അർത്ഥം. അത് ഹോമകുണ്ഠം, ഹോമത്തിനുപയോഗിക്കുന്ന കുണ്ഠമാകാം. ഇവിടെ ഉള്ളതുപോലെ ഒരു തീർത്ഥകുണ്ഠമാകാം, അല്ലെങ്കിൽ വെറുമൊരു കുഴി മാത്രമാകാം. അപ്പോൾ കുണ്ഡലിനി ഒരു പ്രത്യേക ഊർജത്തിൻ്റെ പേരല്ല. ഞാൻ സംസാരിക്കുന്നു, അതും കുണ്ഡലിനിയാണ്. നിങ്ങൾ കേൾക്കുന്നു, അതും കുണ്ഡലിനിയാണ്. ഒരു നായ കുരയ്ക്കുന്നു, അതും കുണ്ഡലിനിയാണ്. ഒരു മരം പുഷ്പിക്കുന്നു, അതും കുണ്ഡലിനിയാണ്. അപ്പോൾ അസ്തിത്വത്തിലെ മുഴുവൻ ഊർജവും കുണ്ഡലിനിയാണെന്ന് പറയാം. കാരണം ഇതാണ് ആ ഊർജത്തിൻ്റെ സ്വഭാവം. അതെപ്പോഴും ഒരു കുഴിയിലാണ്. ഒരു വിത്തിനെന്ന പോലെ നിങ്ങളൊരു സാധ്യത നൽകിയാൽ അത് ഉയർന്നു വരും. ഇപ്പോൾ നിങ്ങൾ ശരിയായൊരു വിത്ത് വിതച്ചു. അതിനെ പുറത്തെടുക്കാതെ അതിനെ വളരാൻ അനുവദിക്കുകയാണ്. എന്നാൽ അല്പം തിരക്കുള്ളവർ, അല്പം കഴിവുള്ളവർ, അല്ലെങ്കിൽ എപ്പോഴും കഴിവുള്ള ഒരാളുടെ കൂടെയുള്ളവർ, അങ്ങനെയുള്ളവർക്ക് അത് പുറത്തെടുക്കാം. നിങ്ങൾക്കറിയാമോ, തന്ത്രയിൽ ചില രീതികളുണ്ട്. ചിലതരം ആളുകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മധ്യേഷ്യയിൽ അവർ ജിപ്സികളുടെ ഒരു സമൂഹമായിരുന്നു. അലഞ്ഞു നടക്കുന്നവർ. അവർക്കൊരു ആചാരമുണ്ടായിരുന്നു. 2-3 മണിക്കൂറുകൾ കൊണ്ട് ഒരു ആപ്പിൾ വിത്തുപാകി ആ മരത്തെ വളർത്തി അവർ പഴങ്ങളുണ്ടാക്കും. ഇന്ത്യയിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ഇന്ത്യക്ക് പുറത്ത് ഈ ആളുകൾ അത് ചെയ്തു. കാരണം ഈ ആളുകൾക്ക് തന്ത്രയുടെ ചില രീതികൾ അറിയാമായിരുന്നു. കുറച്ച് മണിക്കൂറുകളുടെ കാര്യം കൊണ്ട് നിങ്ങൾ വിത്ത് നടുന്നു, ചില ക്രിയകൾ ചെയ്യുന്നു, ആ ചെടി ശരിക്കും വളർന്നു വന്ന് അതിൽ ഫലം കായ്ക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള വഴികളുണ്ട്. അതായത് ചില പ്രത്യേക ഊർജം നിങ്ങൾ സൃഷ്ടിച്ചാൽ, ചില ഊർജങ്ങളെ നിങ്ങൾ പുറത്തെടുത്താൽ ഒരു നിശ്ചിത കാലയളവിൽ നടക്കേണ്ടത് വളരെ പെട്ടെന്ന് നടക്കും. കുണ്ഡലിനി എന്നത് ഒരു പ്രത്യേക ആത്മീയ പരിശീലനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ എല്ലായിടത്തും ആളുകൾ കുണ്ഡലിനി എന്ന വാക്ക് ഉപയോഗിക്കുന്നത് സിനിമാ താരങ്ങളെ പറയുന്നത് പോലെയാണ്. കുണ്ഡലിനി, കുണ്ഡലിനി, എവിടെ നിന്റെ കുണ്ഡലിനി? ആ കുഴിയിൽ നിന്നും ഊർജത്തെ പുറത്തെടുക്കുന്നതിനെയാണ്, അതായത് ഉറങ്ങിക്കിടക്കുന്ന ഊർജത്തെ ഉണർത്തുന്നതിനെയാണ് കുണ്ഡലിനി എന്ന് പറയുന്നത്. കുണ്ഡലിനി യോഗ എന്നാൽ ആ ഊർജത്തെ പുറത്തെടുത്ത് സജീവമാക്കുക എന്നാണ് അർത്ഥം. വലിയൊരു അളവ് ഊർജം ആ കുഴിയിലുണ്ട്. അതെപ്പോഴുമുണ്ട്, അത് നിങ്ങളിലുമുണ്ട്. പക്ഷേ അതിതുവരെ നിങ്ങളുടേതായിട്ടില്ല. അത് പുറത്തെടുക്കും വരെ അത് നിങ്ങളുടേത് അല്ല. അത് തുറക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ പലതും നേരിടാൻ നിങ്ങൾ തയ്യാറാകണം. ഇതിനായി കുണ്ഡലിനി യോഗ എന്ന ഒരു സമ്പൂർണ്ണ യോഗാരീതിയെ നാം വികസിപ്പിച്ചു. നേരിട്ടത് തുറക്കാൻ ധൈര്യമുള്ളവർക്ക് വേണ്ടി. കാരണം ഒരിക്കൽ ഈ വഴി തിരഞ്ഞെടുത്താൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠപ്പെടരുത്. അവൾ യോഗ ചെയ്യുകയാണ്, പക്ഷെ അവളുടെ ഉള്ളിൽ അവൾക്കൊരു പ്രണയ നൈരാശ്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടായിരിക്കാൻ പാടില്ല. നിങ്ങൾ യോഗ ചെയ്യുമ്പോഴും നിങ്ങൾ പണത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇത് പരിശീലിക്കുമ്പോൾ ഇത്തരം ചിന്തകൾ ഉണ്ടാകാൻ പാടില്ല. കാരണം ഈ ഊർജ്ജം നിങ്ങളെ ഉള്ളിൽ നിന്നും പിടികൂടിയാൽ പിന്നെ ബാക്കിയെല്ലാം അപ്രത്യക്ഷമാവും. പിന്നെ ഒന്നിനും പ്രസക്തി ഉണ്ടാകില്ല. അപ്പോൾ ചുറ്റുമുള്ള ജീവിതത്തിൽ യാതൊരു താല്പര്യവുമില്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണ് കുണ്ഡലിനി യോഗ. അത് സ്വായത്തമാക്കിയ ശേഷം വേണമെങ്കിൽ ജീവിതത്തിലേക്ക് വരാം. പക്ഷേ ആ പ്രക്രിയ ചെയ്യുമ്പോൾ ചുറ്റുമുള്ള കാര്യങ്ങളിലൊന്നും അവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാവില്ല. അവരുടെ ഏക താല്പര്യം ഇതാണ്: അവർക്ക് ആ കുഴിയെ പരിവേഷണം ചെയ്യണം. ഈ ജീവൻ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് കണ്ടെത്തണം. ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇതെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? ഈ മുഴുവൻ ഭൗതികതയും അവർ അതിലേക്ക് ഇറങ്ങി എല്ലാം കാണാൻ ആഗ്രഹിക്കുന്നു. കുണ്ഡലിനി യോഗയുടെ ഒരു വശം
ആ കുഴിയിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നാണ്. അഥവാ കുണ്ടെന്നാൽ ഗർഭപാത്രം എന്നും അർത്ഥമുണ്ട്. നിങ്ങൾ ഗർഭപാത്രത്തിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുകയാണ്. ഗർഭപാത്രത്തിലേക്ക് തിരിച്ചു പോവുക എന്നാൽ നിങ്ങൾ എവിടെയാണോ സൃഷ്ടിക്കപ്പെട്ടത് അതിലേക്ക് തിരിച്ചു പോവുക. ഇത് പറയുമ്പോൾ നിങ്ങൾ സ്ത്രീ ശരീരത്തെക്കുറിച്ചല്ല ഓർക്കേണ്ടത്, നിങ്ങൾ നിർമ്മിക്കപ്പെട്ട ആ ഇടത്തെക്കുറിച്ചാണ്, അല്ലേ? നിങ്ങൾ നിർമ്മിക്കപ്പെട്ട ഫാക്ടറിയിലേക്ക് തിരിച്ചു പോകുന്ന പോലെയാണത്. ഇന്നലെ ഞാൻ ബാംഗ്ലൂരിലെ വോൾവോ പ്ലാന്റ് സന്ദർശിക്കാൻ പോയിരുന്നു. അവിടെയാണ് ഇന്ത്യയിലെ ബസ്സുകളും ട്രക്കുകളും ഉണ്ടാക്കുന്നത്. അതിനാൽ ഞാൻ അവിടെ പോയി അവിടുത്തെ എഞ്ചിനും സാങ്കേതികവിദ്യയും ഒക്കെ കണ്ട് ദിവസം മുഴുവൻ അവിടെ ചിലവഴിച്ചു. ഒരു വാഹനം നിരത്തിലൂടെ സഞ്ചരിക്കുന്നത് കാണുന്നതും അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് കാണുന്നതും രണ്ടും രണ്ടാണ്. എത്ര ശ്രദ്ധയോടെയും ബുദ്ധിയോടെയുമാണ് അത് ഉണ്ടാക്കുന്നത് എന്നത് തീർത്തും അത്ഭുതകരമായ കാര്യമാണ്. അമ്മയുടെ ഗർഭപാത്രവും അതുപോലെയാണ്. അതിസങ്കീർണമായ സാങ്കേതികതകൾ ഒരുമിച്ച് ചേർത്ത് വെച്ചിരിക്കുന്ന സ്ഥലമാണത്. അതുകൊണ്ട് മിക്ക കുണ്ഡലിനി യോഗികളും ചെയ്യുന്നത് ഗുഹകൾ കിട്ടിയില്ലെങ്കിൽ മണ്ണിനുള്ളിൽ ഒരു കുഴിയുണ്ടാക്കി അതിൽ പോയിരിക്കും. ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട്. ചില കുണ്ഡലിനി യോഗികളെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അവരുടെ മാളങ്ങളിൽ വെച്ച്. നിർഭാഗ്യവശാൽ അവർ യോഗികളായി മാറിയില്ല, വെറും എലികളെപ്പോലെയായി മാറി. ഉള്ളിൽ നടക്കേണ്ട മാറ്റങ്ങൾ ഒന്നുമില്ലാതെ വെറുതെ കുഴിയുണ്ടാക്കി അതിലിരിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ വെറും ഒരു എലിയായി മാറിപ്പോകുന്നു. റാറ്റ് റേസ് ഇല്ല, റാറ്റ് മാത്രം. ഇങ്ങനെ സംഭവിച്ചു. പണ്ട് ഞാൻ ഹൈദരാബാദിൽ പഠിപ്പിക്കുകയായിരുന്നു. എൻ്റെ ആദ്യ ക്ലാസ്സുകളിൽ ഒന്ന് 30 വർഷം മുമ്പാണ്. ആയിരത്തി 1985 83 തോന്നുന്നു. 83 ഹൈദരാബാദിലെ ആദ്യ ക്ലാസ് നടന്നത്. അപ്പോൾ അവിടെ ഒരാൾ വന്നു. തീരെ മെലിഞ്ഞ് എല്ലും തോലുമായ ഒരാൾ, മസിലൊന്നുമില്ല. ഇങ്ങനെ അയാളൊരു മുൻ MP ആയിരുന്നു. അയാൾ അങ്ങനെ കുണ്ഡലിനി യോഗയിൽ ആകൃഷ്ടനായി. അങ്ങനെ ഒരു കുഴി കുഴിച്ചു. There's a place called… Anybody from Hyderabad? Nobody? Oh, you're there. There's Hussain Sagar. The other side of Hussain Sagar, not the tank bund. The other side of Hussain Sagar… ഇയാൾ എങ്ങനെയോ സർക്കാരിൻ്റെ അനുമതിയോടെ ഒരു ചെറിയ മുറിയുണ്ടാക്കി. അതിനുള്ളിൽ കുഴിയെടുത്ത് അതിനുള്ളിൽ കയറിയിരുന്ന് യോഗ ചെയ്യാൻ തുടങ്ങി. അയാൾക്ക് വലിയ അഹങ്കാരമായിരുന്നു. ആര് പറഞ്ഞാലും കേൾക്കാത്ത മനോഭാവമായിരുന്നു. പുസ്തകം വായിച്ചാണ് അയാൾ കുണ്ഡലിനി യോഗ ചെയ്തിരുന്നത്. അയാൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ആകെ വല്ലാത്തൊരു കോലത്തിലായിരുന്നു. പക്ഷെ അയാളൊരു MP ആണ്, അല്ലെങ്കിൽ ആയിരുന്നു. ലോകത്തിൻ്റെ എല്ലാ മേഖലയെക്കുറിച്ചും അറിയുന്ന ആളാണ്. ഞാൻ ഉത്തരവാദിത്തത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ സാമൂഹ്യശാസ്ത്രം പഠിക്കാൻ വന്നതല്ല, യോഗ പഠിപ്പിച്ചാൽ മതി. ഞാൻ അയാളെ ഒന്ന് നോക്കി. ഞാനിത് ശരിക്കും ഓർക്കുന്നു, കാരണം അന്നവിടെ എന്നെ സഹായിക്കാൻ വന്ന സന്നദ്ധ പ്രവർത്തകരും മറ്റുമെല്ലാം ശരിക്കും ഞെട്ടി. ഞാൻ അദ്ദേഹത്തോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം ഇതുതന്നെ ആവർത്തിച്ചു. I said, hey man. I said, hey man, just listen. കഴിഞ്ഞ 12-15 വർഷങ്ങൾ കൊണ്ട് താങ്കളോട് എന്താണ് ചെയ്തതെന്ന് എനിക്കറിയാം. ഒന്നുകിൽ ഞാൻ അത് മുഴുവൻ മാറ്റും, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ മറ്റെന്തെങ്കിലും ചെയ്യും. കാരണം ആ പ്രോഗ്രാം നടക്കാൻ അയാൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു 100 ആളുകൾ ആ പ്രോഗ്രാമിലുണ്ടായിരുന്നു. ഈ മനുഷ്യൻ അയാൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ എന്തെല്ലാമോ അവിടെ പുലമ്പുകയായിരുന്നു. അപ്പോൾ ഒരു MP ആയതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിച്ചപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. സദ്ഗുരു, ഇത് മിക്കവാറും ഇവിടെ തീരും. അങ്ങനെ ആ പ്രോഗ്രാമിന് ശേഷം ഞങ്ങൾ ചില കാര്യങ്ങൾ അയാൾ ചെയ്തിരുന്നു. ആദ്യമായി ജീവിതത്തിൽ അല്പം മാധുര്യം അയാൾ അനുഭവിച്ചിരുന്നു. അങ്ങനെ അയാളുടെ സാധനാമുറി സന്ദർശിക്കാനും അനുഗ്രഹിക്കാനും എന്നെ ക്ഷണിച്ചു.
അങ്ങനെ ഞാൻ അവിടെ പോയി. ഹുസൈൻ സാഗറിൻ്റെ എതിർഭാഗത്ത്. അതൊരു എലിപ്പത്ത് പോലെയായിരുന്നു. അത് ശരിയായ രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ അതൊരു യോഗിയുടെ ഗുഹയായേനെ. പക്ഷേ ശരിയായ അന്തരീക്ഷം സൃഷ്ടിക്കാത്ത പക്ഷം അതൊരു ശ്വാസം മുട്ടിക്കുന്ന കുഴിയാകും, അല്ലേ? ഞാൻ അകത്ത് കയറിയപ്പോൾ ഒരു ദുർഗന്ധമെന്നാൽ വാസന എന്ന അർത്ഥത്തിലല്ല, ജീവനില്ലായ്മയുടെ ഒരു ദുർഗന്ധം. ഈ മനുഷ്യൻ ശരിക്കും സ്വയം കൊല്ലുകയായിരുന്നു, എല്ലാം തെറ്റായ രീതിയിൽ ചെയ്തുകൊണ്ട്. അയാൾ ശാരീരികമായി എല്ലാം ചെയ്യുന്നുണ്ട്. അതായത് പായൽ കിടക്കുന്നു, തലയണയില്ല, ഒരു നേരമേ കഴിക്കുന്നുള്ളൂ. യോഗികൾ എന്തു ചെയ്യണമെന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എല്ലാം ചെയ്യുന്നുണ്ട്. രാവിലെയായിരുന്നു ഞാൻ പോയത്. ഏകദേശം 6-6:30 ആയിരിക്കണം. ഞാൻ അയാളോട് ഏകദേശം 2 മണിക്കൂർ സംസാരിച്ചു. അപ്പോഴേക്കും അയാൾ എന്നോട് ഇങ്ങനെയായിരുന്നു. പിന്നീട് ഞാൻ പറഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്യൂ. അയാൾ പറഞ്ഞു, രാവിലെ ഞാൻ ഭക്ഷണം കഴിക്കാറില്ല. ഇല്ല, ഞാൻ രാവിലെ കഴിക്കില്ല. ഞാൻ പറഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്യൂ, എനിക്ക് കഴിക്കണം. നോക്കൂ, ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ഏറ്റവും വലിയ സാധനയാണെന്ന് വിശ്വസിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത് തെറ്റായ കാര്യമാണെന്ന് അയാൾ കരുതും. അതുകൊണ്ട് ഞാനത് ചെയ്യാൻ ആഗ്രഹിച്ചു. എനിക്ക് അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കണം. ഞാൻ പറഞ്ഞു, അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യൂ, എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ വളരെ മടിച്ചുകൊണ്ട് അയാളിങ്ങനെ പുറത്തുനിന്ന് ഭക്ഷണം ഒരിക്കലും അകത്ത് കൊണ്ടുവരാറില്ല. അയാൾ സാധാരണയായി പച്ചയ്ക്കാണ് കഴിക്കുക. പച്ചയ്ക്കെന്തോ കഴിക്കുന്നു, കൊത്തവര. അയാൾ പച്ചയ്ക്ക് കൊത്തവരയാണ് കഴിക്കുക. അത് കയ്പാണ്. പാചകം ചെയ്താലേ അത് തിന്നാൻ പറ്റൂ. അതാണ് അയാളുടെ ഭക്ഷണം, അതാണ് അയാൾ കഴിക്കുക. ഞാൻ പറഞ്ഞു, അതൊക്കെ കളയൂ, ഞാൻ ഇഡലിയും ഉപ്പുമാവും ഒക്കെ വരുത്തി എൻ്റെ കൂടെ കഴിക്കാൻ പറഞ്ഞു. പിന്നെ 5-6 മണിക്കൂർ കൂടെ ഇരുന്ന് അയാളെ കൊണ്ട് ഇഡലിയും ഉപ്പുമാവും അതും ഇതുമെല്ലാം കഴിപ്പിച്ചു. അയാളുടെ വാശി കുറച്ചൊക്കെ മാറി. അപ്പോൾ യോഗ ചിലപ്പോൾ ഇങ്ങനെയാകും, പ്രത്യേകിച്ച് കുണ്ഡലിനി യോഗ. മുന്നൊരുക്കമില്ലാതെ നിങ്ങളൊരു കൽക്കരിക്കനിയിൽ മുന്നൊരുക്കമില്ലാതെ ഇറങ്ങിയാൽ ആ പൊടി ശ്വസിച്ച് തന്നെ ചത്തുപോകും, ശരിയല്ലേ? അതുപോലെ തന്നെ നിങ്ങൾ കുണ്ഠിലേക്ക് ഇറങ്ങാൻ പോകുന്നുവെങ്കിൽ നിങ്ങൾ തയ്യാറായിരിക്കണം. സാധ്യമായ എല്ലാ വിധത്തിലും സജ്ജരായിരിക്കണം. അല്ലാത്ത പക്ഷം കുണ്ഡലിനെക്കുറിച്ച് സംസാരിക്കേണ്ടതില്ല, അതിൻ്റെ ആവശ്യമേ ഇല്ല. എനിക്കറിയാം, ഇന്നത് വെറുതെ സംസാരിക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. എന്നാൽ കുണ്ഡലിനി എന്നത് ഒരു പ്രത്യേക ഊർജ്ജ തലത്തെ സൂചിപ്പിക്കുന്നതല്ല. അത് നമ്മളുടെ ഉള്ളിലെ ഊർജം കൈക്കൊണ്ട ഒരു പ്രത്യേക രൂപത്തെയോ അല്ലെങ്കിൽ ഊർജം സ്ഥിരമായി നിലകൊള്ളുന്ന ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നു. ആ ഊർജ്ജം ഒരു കുഴിയിലാണ് നിലകൊള്ളുന്നത്, അത് പുറത്തേക്ക് ഉയർന്നിട്ടില്ല. കുഴിയിലുള്ള ഒന്നിനെ കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല. ഇതിനെ ഉപയോഗിക്കാൻ വേറെയും എളുപ്പ വഴികളുണ്ട്. ഹഠയോഗയിലൂടെ നിങ്ങളുടെ ശരീര മനസ്സ് സംവിധാനം ക്രമേണ തുറന്നു വരുമ്പോൾ നിങ്ങളുടെ സംവിധാനം എത്രത്തോളം തയ്യാറായിരിക്കുന്നു എന്നതിനനുസരിച്ച് അത് പതുക്കെ ഉയരാൻ തുടങ്ങും. അങ്ങനെ നിങ്ങൾക്ക് ഉയർന്ന നിലയിലുള്ള ഒരു ഊർജ്ജം എളുപ്പത്തിൽ അനുഭവിക്കാനാകും. എന്നാൽ ആ കുഴി തന്നെ തോണ്ടാൻ പോയാൽ അതൊരു മൈൻ ഫീൽഡ് പോലെയാണ്. ബോംബ് നിർവീര്യമാക്കുന്നവരെ കണ്ടിട്ടില്ലേ? അതുപോലെ ആവശ്യത്തിന് മുന്നൊരുക്കമില്ലാതെ വളരെ ശക്തിയേറിയ ഒന്നിനെ പുറത്തെടുക്കാൻ ശ്രമിച്ചാൽ ഒട്ടും നല്ലതല്ല. അത് നല്ലതല്ല. അത്രയും കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്കത് സുരക്ഷ ഇല്ലാതെയും ചെയ്യാം. അല്ലെങ്കിൽ നല്ല സുരക്ഷ ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ നിങ്ങളതിന് മുതിരാവൂ. അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ശരീരം സാവധാനം തുറന്നു വരാൻ അനുവദിക്കുക. അപ്പോൾ ഉയർന്ന ഊർജം ഒഴുകുന്നത് കാണാം. ശരീരം കൂടുതൽ ഉണർവും പ്രസരിപ്പും ഉള്ളതാകും. എന്നാൽ കുണ്ഡലിനിയെ തൊടണമെങ്കിൽ അതൊരു കുഴിയിലാണ്. അതിന് കൃത്യമായ തയ്യാറെടുപ്പും അല്ലെങ്കിൽ അറിവുള്ള ഒരാളുടെ കൃത്യമായ നിരീക്ഷണവും വേണം. അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അത്രയും ഭദ്രമായ ഒരു അന്തരീക്ഷം വേണം. അല്ലെങ്കിൽ കഴിവുള്ള ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകണം. അല്ലെങ്കിൽ നിങ്ങൾ ആ കഴിവ് നേടണം. പക്ഷെ നേടിയെടുക്കാൻ ഒത്തിരി സമയമെടുക്കും. നേരിട്ട് കുണ്ഡലിനി യോഗ ചെയ്യാൻ പോകുന്നത് അതൊരു വലിയ മണ്ടത്തരമാണ്. ആളുകൾ വെറും 3 ദിവസം ഇത് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ കുണ്ഡലിനി യോഗ ചെയ്തു എന്ന് പറഞ്ഞ് നടക്കുന്നു. കാരണം
അവർ ആ പേരിൽ തുടങ്ങാൻ കാരണം എല്ലാവർക്കും വലിയ കാര്യങ്ങളിൽ തുടങ്ങാനാണിഷ്ടം, ചെറിയ കാര്യങ്ങളിലല്ല. ശരിക്കും എവിടെയാണ് തുടങ്ങേണ്ടത്? 1, 2, 3 അതോ ലക്ഷങ്ങളിലോ കോടികളിലോ ആണോ? 1, 2, 3 എന്ന് തുടങ്ങുന്നതാണ് നല്ലത്. 1, 2, 3 തുടങ്ങി 9 വരെ എണ്ണാൻ പഠിച്ചാൽ നിങ്ങൾക്ക് എവിടെ വരെ വേണമെങ്കിലും പോകാം. അല്ലാതെ കോടികൾ പഠിക്കേണ്ട കാര്യമില്ല, അല്ലേ? നിങ്ങൾ 1 മുതൽ 9 വരെ അക്കങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് 0 എന്നൊരു വരദാനം ലഭിച്ചാൽ നിങ്ങൾക്ക് എത്ര വരെ വേണമെങ്കിലും പോകാൻ കഴിയും, അല്ലേ? അവിടെയല്ല തുടങ്ങേണ്ടത്. ഇപ്പോൾ ഈ ഭൂമിയിൽ കുണ്ഡലിനിയുണ്ട്. ബലമായി പിടിച്ചു പറിക്കുന്നതിനു പകരം ഒരു വിത്ത് പാകുക, അത് തനിയെ വളർന്നു വരും. ഗുരുത്വാകർഷണത്തെ മറികടന്ന് ഒരു ചെടി മുകളിലേക്ക് വരണമെങ്കിൽ അതിനകത്ത് പ്രവർത്തിക്കുന്നത് അതിശയകരമായൊരു ശക്തിയല്ലേ? ഐസക് ന്യൂട്ടൻ കണ്ടത് ചെറിയൊരു ആപ്പിൾ താഴേക്ക് വീഴുന്നതാണ്. പക്ഷേ ഒരു വൃക്ഷം മേലേക്ക് വളരുന്നത് അദ്ദേഹം കാണാതെ പോയി. അതിനെ മേളിലോട്ട് തള്ളുന്ന എന്തോ ഒന്നുണ്ടല്ലേ? ആപ്പിൾ താഴേക്ക് വീഴുന്നതിനേക്കാൾ വലിയൊരു ശക്തി, അതിലേറെ വലിയൊരു ഊർജ്ജം അതിനെ മുകളിലേക്ക് തള്ളുന്നുണ്ട്. ഇപ്പോൾ ഈ മേലോട്ടുള്ള പ്രേരണ, നിങ്ങൾക്കതിനെ കുണ്ഡലിനി എന്ന് വിളിക്കാം. അപ്പോൾ കുണ്ഡലിനി എന്നത് ആ ഒരു തലമാണ്. ശരിയായ പ്രാപ്തിയില്ലാതെ ആരും അതിനോട് കളിക്കാൻ പോകരുത്.